റിട്ടേൺ ഡയറക്ടർ ബൈ വിനീത് ശ്രീനിവാസൻ. സംവിധാനം ചെയ്ത പുതിയ അതെ. സീക്രട്ട് ആലയം ഇവിടെ ചെന്നൈ തന്നെ. പഴയ കാലഘട്ടമാണല്ലോ. ഷാൻ റഹ്മാൻ, അജറീസ്. ഇത് ഓ ഏകദേശം ഹൃദയം മൊത്തം ഉണ്ടല്ലോ. പഴയ പ്രണയം. കുഞ്ഞിരാമാണ് ധ്യാൻ. കറക്റ്റ് കുഞ്ഞിരാമയാണ്. ഓ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്, ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് കേട്ടോ. ഉദയനാണ് താരാണോ? നൈസ്. ഇപ്പോഴത്തെ കാലഘട്ടല്ലേ ബേസിക്. ഓ അത് തന്നെ, എല്ലാ നാടുകളുണ്ടല്ലോ. ഓ മോനെ, ഇവരുടെ പഴയ ടീം എല്ലാവരും ഉണ്ട്. ഹൃദയം ടീംസ് ഫുൾ ഉണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നത്. ഫിലിമിൽ പണ്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമകളുടെ ഒരു ആ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇവരുടെ പഴയ കാലഘട്ടം കാണിക്കുന്നത്, ഈ ധ്യാന്റെയും പ്രണവിന്റെ ആയിട്ട് പഴയ കാലഘട്ടം കാണിക്കുന്നില്ലേ, അതിന് മിക്കവാറും സിനിമയ്ക്കുള്ള സിനിമയായിരിക്കും. ബേസിലിന്റെ ഒക്കെ കാലഘട്ടം കാണിക്കുന്നത് പുതിയ സിനിമക്കാരായിരിക്കും. അവര് എടുക്കാൻ പോകുന്നത് ഈ പഴയ കാലഘട്ടത്തിലെ സിനിമയായിരിക്കും. മിക്കവാറും പഴയ കാലഘട്ടത്തിലെ പ്രണവിന്റെ ഒക്കെ റോള് ചെയ്യുന്നതായിരിക്കും നിവിനും ആൾക്കാരും. ബേസിലൊരു മറ്റേ സിനിമാമോഹി ആ ഒരു രീതിയിലാണ് കാണിക്കുന്നുണ്ട്. രണ്ട് കാലഘട്ടമായിരിക്കും. സിനിമയ്ക്കുള്ളിലെ സിനിമ തന്നെയാണ്. മദ്രാസിലെ പഴയ സിനിമയായിരിക്കും. ചെന്നൈ മറ്റേ സിനിമയുടെ പേര് പറഞ്ഞോട്ട്, എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന് പറയുന്നത് എല്ലാം ഒറ്റ കപ്പിനകത്ത്. ഒരു പഴയ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിന്റെ പോലെ ഉദയനാണ് താരത്തിന്റെ ആ ഒരു റെഫറൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഇതിന്റെ എവിടെയോ വന്നൊരു സ്റ്റില്ല് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ദാസനും വിജയനും ചെന്നൈയിൽ ബീച്ചിൽ വന്നിറങ്ങുന്ന മറീന ബീച്ചിൽ വന്നിറങ്ങുന്നതിന്റെ അതിന്റെ സ്റ്റില്ല് എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രണവും വിനീതും കൂടെ നിൽക്കുന്നതിന്റെ. കുറെ സംഭവങ്ങളൊക്കെ ഇതിൽ പ്രതീക്ഷിക്കാം. പ്രോമിസിംഗ് ആണ്. അതെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആടുജീവിതത്തിന് ക്ലാഷുമായിട്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാല് രണ്ട് ജാണർ ആയതുകൊണ്ട് എന്താവും എന്നുള്ളതും രണ്ടും പോകുന്നു. പിന്നെ കോഎക്സിസ്റ്റ് ചെയ്യാം. രണ്ട് ഡിഫറെന്റ് ജേണേഴ്സും ആണ്. ഒന്നും മറ്റേതും ഇതിനേക്കാൾ വലിയ ഫാമിലി ഓഡിയൻസിന് ഇത് കൊണ്ടുവന്നൊരു സംശയമൊന്നുമില്ല. ഭയങ്കര എക്സ്പെക്റ്റഡ് മൂവിയാണ്. പ്രോമിസിംഗ് മൂവിയാണ്. ആ പഴയൊരു വൈബ് വീണ്ടും വരട്ടെ.